പുനെറ്റ് സ്ക്വയർ? ഒരു മിനിറ്റ് നമുക്ക് മനസ്സിലാക്കിയാലോ. അപ്പൊ നമ്മുടെ ജനറ്റിക്സിൽ എല്ലാ ക്രോസസും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പുനെറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഈ പുനെറ്റ് സ്ക്വയർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1905 ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയിട്ടുള്ള പുനെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ ജനറ്റിക്സിൽ ഈ റെപ്രസെന്റേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പുനെറ്റ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ആ ഒരു ക്രോസിംഗ് നോക്കിയാലോ. യെസ്, ഹിയർ വി ഗോ. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നത്, അതായത് F1 ജനറേഷനെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യാണ്. അവിടുത്തെ ഗമീറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. അപ്പൊ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോജനീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടെ പുനെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് കാണാം. അതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാം. യെസ്, ക്യാപിറ്റൽ ടി, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ സിമ്പിൾ ആയിട്ടുള്ള പുനെറ്റ് സ്ക്വയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്നും പഠിച്ചു. അത് കൂടാണ്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇവിടെ വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. സോ ദ റേഷ്യോ ഇസ് 3:1. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇത് സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ എക്സാംസിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.